നിരീക്ഷകരോട് പ്രാർത്ഥിക്കാം, ബദരീകളോട് പ്രാർത്ഥിക്കാം, അമർത്തങ്ങളോട് പ്രാർത്ഥിക്കാം, ഉള്ളാൾത്തങ്ങളോട് പ്രാർത്ഥിക്കാം, ആരോടും പ്രാർത്ഥിക്കാം, ആരോടും കേണപേക്ഷിക്കാം. എല്ലാം ഒരുപോലെ തന്നെ കൂട്ടത്തിൽ വേണമെങ്കിൽ അള്ളാഹിനോടും എന്നല്ലാതെ അള്ളാഹ് ഒരു പ്രത്യേകത നൽകാത്തതായ കൗമ് അവരാണ് ജാഹിലീങ്ങൾ. ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ സത്യവിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ പല അനാചാരങ്ങൾ, പല അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടുക. അള്ളാഹു അവകളെ കുറിച്ച് ഒരു അധികാരമോ ഒരു ഇൽമോ ഒരു വിജ്ഞാനമോ അവർക്ക് നൽകിയിട്ടേ ഇല്ല. ആരാണ് അവരോട് ഇന്ന ബിംബത്തെ പൂജിക്കൂ, ഇന്ന അമ്മയെ പൂജിക്കൂ, ഇന്ന ഖബറിനെ പൂജിക്കൂ, ഇന്ന ആളോട് ചോദിക്കൂ, അല്ലെങ്കിൽ ഇന്ന ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കൂ, ഇന്ന വ്യക്തിയോട് വിളിച്ച് പ്രാർത്ഥിക്കൂ? ആര് പറഞ്ഞു? നാം അതിനെക്കുറിച്ച് ഒരു വിവരവും അവർക്ക് കൊടുത്തിട്ടില്ല. അവരുടെ പോക്കറ്റിൽ നിന്ന് അവർ സൃഷ്ടിച്ചുണ്ടാക്കിയതായ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ കുറിച്ച് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആനിൽ ഊന്നിപ്പറഞ്ഞതായ ശൈലിയാണ് വിശ്വാസപരമായ കാര്യത്തിലുള്ളതായ ജഹല്. കാരണം അതാണ് ജനങ്ങളെ അപകടത്തിലേക്ക് ചേർക്കുക.